ഹലോ മലയാളീസ്. അപ്പോൾ ഒരു പാർട്ട് 2 വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോഴും ഒരുപാട് മെസ്സേജ് ക്വസ്റ്റ്യൻസ് വരികയാണ്. എന്നോടിപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മോണ്ടിനീഗ്രോയിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഹയറിങ് നടക്കുന്നത് എന്ന്. മോണ്ടിനീഗ്രോയിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു ഒരു നവംബർ ഡിസംബർ വരെയാണ് മാക്സിമം. അപ്പോൾ ഹയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 2026 ഹയറിങ് സ്റ്റാർട്ട് ചെയ്തത് 2025 ഡിസംബർ തൊട്ടാണ്. 2025 ഡിസംബറിൽ നമുക്ക് ഫയൽസുകൾ വെച്ച് തുടങ്ങാം. അപ്പോൾ ഏകദേശം ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്ക് ആകുമ്പോൾ പെർമിറ്റുകൾ ഇറങ്ങും. ഈ പെർമിറ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏപ്രിൽ മെയ്യിൽ നമുക്ക് വിസ സബ്മിഷൻ നടക്കുന്നു. നമുക്ക് ജൂൺ ജൂലൈയിൽ നമുക്ക് കയറി വരാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഇതുവരെയും കാര്യങ്ങൾ നടക്കും. കൂടുതലും ഇവിടെ സീസൺ വർക്ക് തന്നെയാണ്. സീസൺ വർക്കിന് നമുക്കിവിടെ ബേസിക് ഒരു €700 തൊട്ട് €900 വരെ ഡിപ്പെൻഡ് ഓൺ കമ്പനീസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓവർ ടൈം അവൈലബിൾ ആയിരിക്കും. ഓവർ ടൈമിനും അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, ടിപ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടെല്ലാം നമുക്ക് സേവിലേക്ക് തന്നെ പോകും. നമുക്ക് വളരെ ചിലവ് കുറവാണ്, ഫുഡും അക്കോമഡേഷനും ഉള്ളതുകൊണ്ട്. ഗ്രോയിൽ നമുക്ക് സീസൺ വർക്കിന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഓരോരുത്തർ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്നു എന്നറിഞ്ഞു. അത്രയൊന്നും ആരും കൊടുക്കരുത്. ഇവിടെ 1 ഇയറിലേക്ക് തന്നെ ഇവിടെ ആൾക്കാർ വന്നേക്കുന്നത് 3-ന് താഴെ മാത്രം കൊടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ 3-ന് മുകളിൽ സീസണ് കൊടുത്താൽ നിങ്ങൾക്ക് അതൊരിക്കലും മുതലാവത്തില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, സീസൺ വർക്ക് 6 മാസം വന്ന് നിന്നിട്ട് നമുക്ക് നാട്ടിൽ പോകേണ്ടി വരുമോ എന്ന്. സീസണൽ വർക്കിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞ് നാട്ടിൽ തീർച്ചയായിട്ടും പോകേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി റിന്യൂവ് ചെയ്ത് തരണം. റിന്യൂവ് ചെയ്യാതെ തരാത്തിടത്തോളം നിങ്ങൾക്ക് ലീഗലി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തിരിച്ച് തന്നെ പോകേണ്ടി വരും. തിരിച്ച് പോയില്ലെങ്കിൽ അതൊരു ഡീപ്പോർട്ടേഷനിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്കും കയറാൻ സാധിച്ചെന്ന് വരത്തില്ല. നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും 6 മാസം വിസ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആരും പേടിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ വന്ന് TRCക്ക് അപ്ലൈ ചെയ്ത് TRC കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ 1 ഇയർ ആണോ 6 മന്ത്സ് ആണോ എന്ന്. ചിലപ്പോൾ 1 ഇയർ അടിച്ചാലും ചിലപ്പോൾ കമ്പനീസ് നമ്മളെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. പറയാൻ സാധിക്കത്തില്ല. ഇവിടെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ എല്ലാം അറിഞ്ഞുകൊണ്ട് വരിക. പ്രതീക്ഷ പക്ഷേ ഒരിക്കലും കൈവിടണ്ട. അതേപോലെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമുക്ക് ഇവിടെ നിന്നിട്ട് ഷെങ്കനിലേക്ക് മാറാൻ പറ്റത്തില്ലേ, ഷെങ്കനിലേക്ക് നല്ലൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ലേ എന്ന്. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. കുറച്ച് പേർ മാത്രമേ ഇവിടെ നിന്ന് ഷെങ്കനിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. നമുക്കൊരിക്കലും മോണ്ടിനീഗ്രിയൻ TRC വെച്ച് നമുക്ക് ഒരു ഷെങ്കൻ കൺട്രി നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല.